നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജൂൺ 1 മുതൽ ചൊവ്വ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുൻപ് രാഹുവിനൊപ്പമായിരുന്നു ചൊവ്വയുടെ സ്ഥാനം. അതിനാൽ തന്നെ ഇത് ചില നക്ഷത്രക്കാരെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് രാഹുവിനൊപ്പം ചൊവ്വ നിൽക്കുന്ന അവസ്ഥയിൽ ഇതിൽ നിന്നും കഴിഞ്ഞ ദിവസം മുതൽ അതായത് ജൂൺ 6 മുതൽ അതിന് മാറ്റം വന്നിട്ടുമുണ്ട്. അപ്പോൾ രാശിമാറ്റം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് തന്നെ. അപ്പോൾ ചൊവ്വയുടെ പഞ്ചമഹായോഗങ്ങളിൽ ഒന്നായ രുചക യോഗം ജൂൺ 6 മുതൽ സംഭവിക്കുന്നുണ്ട്. ഇനി ഇത് ജൂലൈ 12 വരെയാണ് ഉണ്ടാകുന്നത്. അതായത് ഈ സമയത്ത് പ്രത്യേക നക്ഷത്രക്കാർക്ക് ജൂലൈ 12 വരെ ഭാഗ്യങ്ങൾ ഏറി വരുന്ന സമയം കൂടിയാണ്. ജൂൺ 6 മുതൽ ജൂലൈ 12 വരെയുള്ള 42 ദിവസങ്ങളാണ് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നക്ഷത്രത്തിന് ഈ നക്ഷത്രക്കാർക്ക്, അതായത് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെ ഗുണഫലങ്ങൾ ഏറി വരാൻ പോകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ജൂലൈ 12 വരെ ഉള്ള ഭാഗ്യം അനുകൂലമായി വരുന്ന നക്ഷത്രക്കാരിൽ കാർത്തിക, ഉത്രം, ഉത്രാടമാണ് ആദ്യത്തെ നക്ഷത്രം. അപ്പോൾ രുചക യോഗം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ആദ്യത്തെ 3 നക്ഷത്രക്കാരാണ് കാർത്തിക, ഉത്രം, ഉത്രാടം. അപ്പോൾ ഇവർക്ക് ജോലി സ്ഥലത്തും വീട്ടിലും മറ്റും നേരിടുന്ന എതിർപ്പുകൾ അവസാനിക്കും. ജോലി സ്ഥലത്തൊക്കെ എതിർപ്പുകൾ, പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് 2 വശങ്ങൾ വരികയും എതിർപ്പുകളൊക്കെ ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക്, അത് ജോലി സ്ഥലത്താകട്ടെ അല്ലെങ്കിൽ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ അനുകൂലിക്കാതെ വരികയൊക്കെ ചെയ്തിരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുള്ള ആളുകൾക്കെല്ലാം അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും വാദം അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ളവർക്ക് ആശ്വാസം നൽകുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അത് പ്രായമായ ആളുകൾക്കാണ്. വിദേശങ്ങളിൽ നിന്നും ഉള്ള ബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ച നേടാനും ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങൾ ഉയർച്ച ലഭിക്കാനും പറ്റിയ ഒരു സമയം കൂടിയാണ്. ജോലിയിൽ പ്രൊമോഷൻ പോലുള്ള നേട്ടങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ്. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്കും ഫലം ലഭിക്കുന്ന സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയിൽ മികവുറ്റ നേട്ടങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ജൂലൈ 12 വരെ സൗഭാഗ്യങ്ങൾ ഏറി വരുന്ന നക്ഷത്രങ്ങളിൽ വരുന്ന അടുത്ത 3 നക്ഷത്രമാണ് മകയിരം, ചിത്തിര, അവിട്ടം. അപ്പോൾ ഇവർക്കും സാമ്പത്തിക ലാഭങ്ങൾ വളരെയേറെ ഉണ്ടാകുന്നതായിരിക്കും. പ്രത്യേകിച്ച് IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണങ്ങൾ ഏറി വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ലോട്ടറി സംബന്ധമായ കച്ചവടം നടത്തുന്നവർക്കും പച്ചക്കറി വ്യാപാരം നടത്തുന്നവർക്കും ഒക്കെ അനുകൂലമായ ഒരു സമയമാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത. സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ ഒക്കെ വളരെ രീതിയിൽ വർദ്ധിക്കുകയും അത് നമ്മൾക്ക് അനുകൂലമായി, അതായത് ഈ 3 നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുകയും നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയ ചില വസ്തുവകകൾക്ക് തിരികെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട്. അതുപോലെ കിട്ടാക്കടങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കിട്ടാതെ വർഷങ്ങളായി നമ്മൾ ഒരുപാട് വലിയ എമൗണ്ടുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചെറുതാവട്ടെ എങ്കിലും കിട്ടില്ല എന്ന് നമ്മൾ തന്നെ വിധി എഴുതിയതുണ്ട്. അങ്ങനെയുള്ള പണം നമ്മളെ തേടി അവർ കൊണ്ടുവന്ന് നമുക്ക് തരുന്നതായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ നടത്തുന്നതോടെ നീചഗ്രഹങ്ങളുടെ ദോഷം മാറിക്കിട്ടുകയും ചെയ്യുന്നതാണ്. പണയം വെച്ച ഉരുപ്പടികൾ തിരിച്ചെടുക്കാനും സ്വർണം മാറ്റി വാങ്ങാനും ഒക്കെ വളരെ അനുകൂലമായ സമയമാണ്. നിങ്ങൾക്ക് പ്രമോഷനുകളും ആഗ്രഹിച്ച സ്ഥലം മാറ്റവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ, ഒരുപാട് നാളെ തടസ്സങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ആളുകൾക്കെല്ലാം വളരെ സന്തോഷകരമായ ഒരു ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ്. അടുത്ത 3 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നിവയാണ്. അപ്പോൾ ഇവർക്കും ജോലി ലഭിക്കാത്തവർക്ക് ജോലി ഭാഗ്യം ഉണ്ടാകുന്നത്, അതായത് നമ്മൾക്ക് ഭാവിയിൽ ഒരു ജോലിയാണ് ഏത് മനുഷ്യനും അത്യാവശ്യമായി വേണ്ടത്. പഠിത്തം കഴിഞ്ഞ് നിൽക്കുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിന് അത്യാവശ്യമായി ജോലിയാണ് വേണ്ടത്. ഒരുപാട് നാളായി നല്ല പഠിത്തമൊക്കെ ഉള്ള നല്ല എഡ്യൂക്കേറ്റഡായ ആളുകൾ ഒരുപാട് പേര് ജോലിക്കായി കാത്തിരിക്കുന്നുണ്ട്. അവർക്കെല്ലാം വളരെ സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് വരാൻ പോകുന്നത്. ആഗ്രഹിച്ച പോലെ തന്നെ ജോലി ലഭിക്കും. എന്ത് ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ജോലി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ പ്രൊമോഷനുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതാണ്. സമാധാനത്തോടു കൂടി ഒരു ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മറ്റൊരാൾക്ക് കടം കൊടുത്ത സംഖ്യ എത്ര ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് കിട്ടാക്കടമായി നിങ്ങൾ എഴുതി തള്ളിയതാണെങ്കിൽ പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വസ്തുവകകളാകട്ടെ, ഗൃഹോപകരണങ്ങളാകട്ടെ, അങ്ങനെ പലതും നമ്മൾ നാളെ ആവട്ടെ എന്ന് മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ വീട്ടിൽ
ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങളാൽ സൃഷ്ടിക്കപ്പെടാൻ സാധിക്കുന്നതാണ്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. രോഗമുക്തി ഉണ്ടാകുന്ന ഒരു സമയമാണ്. രോഗങ്ങളാൽ വിധകളാൽ ഒരുപാട് വലഞ്ഞുകൊണ്ടിരുന്നവർക്കെല്ലാം വളരെ സന്തോഷത്തിനൊരു സമയമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിത്തത്തിന് വളരെ മികച്ച ഒരു സമയമാണ് വരാൻ പോകുന്നത്. അഡ്മിഷനൊക്കെ വളരെ ബുദ്ധിമുട്ടി അഡ്മിഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ഇത് ഏത് സബ്ജക്റ്റിനാണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അതിന് മാർക്ക് കുറവാണെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളാൽ അങ്ങനെ വലഞ്ഞിരുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ തന്നെ ഹയർ എഡ്യൂക്കേഷന് പോകാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ചൊവ്വയുടെ പഞ്ചമഹായോഗങ്ങളിൽ രുചിക യോഗം ജൂൺ 6 മുതൽ 12 വരെ, ജൂലൈ 12 വരെ ഇത് ഭാഗ്യം ആയി മാറുന്ന നക്ഷത്രക്കാർ, ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത് ഭാഗ്യമായി മാറുന്നത് എന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.